ഹായ് എവരിബഡി, വെൽക്കം ബാക്ക് ടു മലയാളി വിഷൻ. ഒരു വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് വിവിധ ആധാരങ്ങൾ, ടൈറ്റിൽ ഡീഡ്സ് കേരളത്തിൽ നിലവിലുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട ചില ആധാരങ്ങളെക്കുറിച്ചും മറ്റ് അനുബന്ധ രേഖകളെക്കുറിച്ചുമാണ് മലയാളി വിഷൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കിടുന്ന വിഷയം. പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് കൂടി പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഈ വിഷയത്തെക്കുറിച്ച് വളരെ ലളിതമായി പറയാം. ഒരു വസ്തുവിൻ്റെ പ്രധാനപ്പെട്ട രേഖ അതിൻ്റെ ടൈറ്റിൽ ഡീഡ് അഥവാ ആധാരമാണ്. ചിലയിടങ്ങളിൽ പ്രമാണമെന്നും പറയാറുണ്ട്. ഒരു ഭൂമി കൈമാറ്റത്തിൻ്റെ ഒഫീഷ്യൽ ഡോക്യുമെൻ്റാണ് ആധാരം. രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഒരു ആധാരത്തിന് നിയമസാധുതയുണ്ടാകൂ. ഒരു വസ്തുവിൻ്റെ പ്രയർ ഡോക്യുമെൻസിനെ അഥവാ മുന്നാധാരങ്ങളെ അടിയാധാരങ്ങളെന്നും കീഴാധാരങ്ങളെന്നും പറയും. ഒരു വസ്തു വാങ്ങുന്നയാൾ ആധാരത്തോടൊപ്പം മുന്നാധാരങ്ങളും വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ഇനി കേരളത്തിൽ നിലവിലുള്ള പ്രധാന ആധാരങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ആദ്യത്തേത് ഹായ് എവരിബഡി, വെൽക്കം ബാക്ക് ടു മലയാളി വിഷൻ. ഒരു വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് വിവിധ ആധാരങ്ങൾ, ടൈറ്റിൽ ഡീഡ്സ് കേരളത്തിൽ നിലവിലുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട ചില ആധാരങ്ങളെക്കുറിച്ചും മറ്റ് അനുബന്ധ രേഖകളെക്കുറിച്ചുമാണ് മലയാളി വിഷൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കിടുന്ന വിഷയം. പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് കൂടി പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഈ വിഷയത്തെക്കുറിച്ച് വളരെ ലളിതമായി പറയാം. ഒരു വസ്തുവിൻ്റെ പ്രധാനപ്പെട്ട രേഖ അതിൻ്റെ ടൈറ്റിൽ ഡീഡ് അഥവാ ആധാരമാണ്. ചിലയിടങ്ങളിൽ പ്രമാണമെന്നും പറയാറുണ്ട്. ഒരു ഭൂമി കൈമാറ്റത്തിൻ്റെ ഒഫീഷ്യൽ ഡോക്യുമെൻ്റാണ് ആധാരം. രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഒരു ആധാരത്തിന് നിയമസാധുതയുണ്ടാകൂ. ഒരു വസ്തുവിൻ്റെ പ്രയർ ഡോക്യുമെൻസിനെ അഥവാ മുന്നാധാരങ്ങളെ അടിയാധാരങ്ങളെന്നും കീഴാധാരങ്ങളെന്നും പറയും. ഒരു വസ്തു വാങ്ങുന്നയാൾ ആധാരത്തോടൊപ്പം മുന്നാധാരങ്ങളും വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ഇനി കേരളത്തിൽ നിലവിലുള്ള പ്രധാന ആധാരങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ആദ്യത്തേത് ഹായ് എവരിബഡി, വെൽക്കം ബാക്ക് ടു മലയാളി വിഷൻ. ഒരു വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് വിവിധ ആധാരങ്ങൾ, ടൈറ്റിൽ ഡീഡ്സ് കേരളത്തിൽ നിലവിലുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട ചില ആധാരങ്ങളെക്കുറിച്ചും മറ്റ് അനുബന്ധ രേഖകളെക്കുറിച്ചുമാണ് മലയാളി വിഷൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കിടുന്ന വിഷയം. പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് കൂടി പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഈ വിഷയത്തെക്കുറിച്ച് വളരെ ലളിതമായി പറയാം. ഒരു വസ്തുവിൻ്റെ പ്രധാനപ്പെട്ട രേഖ അതിൻ്റെ ടൈറ്റിൽ ഡീഡ് അഥവാ ആധാരമാണ്. ചിലയിടങ്ങളിൽ പ്രമാണമെന്നും പറയാറുണ്ട്. ഒരു ഭൂമി കൈമാറ്റത്തിൻ്റെ ഒഫീഷ്യൽ ഡോക്യുമെൻ്റാണ് ആധാരം. രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഒരു ആധാരത്തിന് നിയമസാധുതയുണ്ടാകൂ. ഒരു വസ്തുവിൻ്റെ പ്രയർ ഡോക്യുമെൻസിനെ അഥവാ മുന്നാധാരങ്ങളെ അടിയാധാരങ്ങളെന്നും കീഴാധാരങ്ങളെന്നും പറയും. ഒരു വസ്തു വാങ്ങുന്നയാൾ ആധാരത്തോടൊപ്പം മുന്നാധാരങ്ങളും വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ഇനി കേരളത്തിൽ നിലവിലുള്ള പ്രധാന ആധാരങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ആദ്യത്തേത്